Bluetooth. നമസ്കാരം. നമ്മുടെ തറവാട് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവരെയും ഹംസനാഥം ഓർക്കസ്ട്ര സ്വാഗതം ചെയ്യുന്നു. ഹംസനാഥം ഓർക്കസ്ട്രയ്ക്ക് ഇന്ന് ഒരു ലൈവ് ചെയ്യാൻ അവസരമുണ്ടാക്കി തന്ന ഇതിൻ്റെ നല്ലവരായ അഡ്മിൻസിൽ ശ്രീ ഉദയകുമാറിനും അതോടൊപ്പം മറ്റ് എല്ലാ നല്ല അഡ്മിൻസിനും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ആദ്യമേ അറിയിച്ചു കൊള്ളുന്നു. ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ആദ്യ ഗാനത്തോടുകൂടി ഞങ്ങളുടെ ഈ എളിയ ലൈവ് പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. Click here to subscribe and bell button for a link. ആദ്യമേ ഞങ്ങൾക്ക് ഈ ലൈവിൽ വരാൻ പറ്റിയുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. കാരണം ഒരുപാട് നല്ല കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന FB പേജാണ് നമ്മുടെ തറവാട് ഫേസ്ബുക്ക് കൂട്ടായ്മ. അപ്പോൾ അതിൽ ഇന്ന് ഞങ്ങൾക്കും ഒരു ലൈവ് ചെയ്യാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകൾ ഇന്ന് പാടാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സോങ്സ് ആവശ്യപ്പെടണം. അത് എനിക്കറിയുന്ന പാട്ടുകളാണെങ്കിൽ തീർച്ചയായും ഞാൻ പാടിത്തരാം. അപ്പം നമുക്ക് ആദ്യ ഗാനത്തിലോട്ട് കിടക്കാം. Click here. Thanks. തുയിലുണരൂ ഉണരൂ ഗണനാഥ നീ തുണയരുളൂ അശുഭങ്ങൾ അകന്നീടാൻ പണിയും നീ തൃപ്പാദം. തുമ്പിക്കരമതിലൻപിൻ നിറകുടമേന്തും ശുഭപമ്പാ ഗണപതി മുമ്പിലിടുന്നിവനേന്തം. തുമ്പിക്കരമതിലൻപിൻ നിറകുടമേന്തും ശുഭപമ്പാ ഗണപതി മുമ്പിലിടുന്നിവനേന്തം. കളഭവദനമെന്നിരുളും വഴികളിൽ കളഭവദനമെൻ ഇരുളും വഴികളിൽ ചന്ദ്രകളഭ ശ്രീ ചിന്തി നീളെ തെളിഞ്ഞിടേണം. തുമ്പിക്കരമതിലൻപിൻ നിറകുടമേന്തും ശുഭപമ്പാ ഗണപതി മുമ്പിലിടുന്നിവനേന്തം. തുമ്പിക്കരമതിലൻപിൻ നിറകുടമേന്തും ശുഭപമ്പാ ഗണപതി മുമ്പിലിടുന്നിവനേന്തം.
മുകളിൽ മേവുമെൻ സ്വാമിയെ തൊഴാൻ അടിയനൊരാഗ്രഹം തരിക നീ അനുഗ്രഹം. മുകളിൽ മേവുമെൻ സ്വാമിയെ തൊഴാൻ അടിയനൊരാഗ്രഹം തരിക നീ അനുഗ്രഹം. ഗിരിവര സുതജാത പുരഹര ഗണനാഥ ഗിരിവര സുതജാത പുരഹര ഗണനാഥ. അല്പം കറുകയോടൊപ്പം കടലയുമപ്പം മലരട കൊട്ട തേങ്ങയുമപ്പാദങ്ങളിലർപ്പി ചടിയൻ കനിയൂ ഗുഹസഹജാത കനിയൂ ഗുഹസഹജാത. തുമ്പിക്കരമതിലൻപിൻ നിറകുടമേന്തും ശുഭപമ്പാ ഗണപതി മുമ്പിലിടുന്നിവനേത്തം. തുമ്പിക്കരമതിലൻപിൻ നിറകുടമേന്തും ശുഭപമ്പാ ഗണപതി മുമ്പിലിടുന്നിവനേത്തം. മഹിത പമ്പയിൽ കുളി കഴിഞ്ഞു നിൻ സവിധം പൂകി ഞാൻ സുബദം പൂകി ഞാൻ. മഹിത പമ്പയിൽ കുളി കഴിഞ്ഞു നിൻ സവിധം പൂകി ഞാൻ സുബദം പൂകി ഞാൻ. നതജനഹിത വരദാ സുരഗണനുത പാദ നതജനഹിത വരദ സുരഗണനുത പാദ. വിഘ്നം മമപദ വിഘ്നം വിരചിത ലഗ്നം തവ പദ ഭക്തൻ അടിയൻ പത്തും പിറകിയൊരിട്ടും പടവുകൾ കയറാൻ വരമരുളുക നീ പടവുകൾ കയറാൻ വരമരുളുക നീ. തുമ്പിക്കരമതിലൻപിൻ നിറകുടമേന്തും ശുഭപമ്പാ ഗണപതി മുമ്പിലിടുന്നിവനേത്തം. തുമ്പിക്കരമതിലൻപിൻ നിറകുടമേന്തും ശുഭപമ്പാ ഗണപതി മുമ്പിലിടുന്നിവനേത്തം. കളഭവദനമെൻ ഇരുളും വഴികളിൽ കളഭവദനമെൻ ഇരുളും വഴികളിൽ ചന്ദ്രകളഭശ്രീ ചിന്തി നീളേ തെളിഞ്ഞിടേണം. തുമ്പിക്കരമതിലൻപിൻ നിറകുടമേന്തും ശുഭപമ്പാ ഗണപതി മുമ്പിലിടുന്നിവനേത്തം. തുമ്പിക്കരമതിലൻപിൻ നിറകുടമേന്തും ശുഭപമ്പാ ഗണപതി മുമ്പിലിടുന്നിവനേത്തം. അപ്പം നല്ലൊരു ഗണപതി ഭഗവാന്റെ ഗാനത്തോടു കൂടി നമ്മുടെ ലൈവ് ആരംഭിക്കാൻ സാധിച്ചെന്ന് വിചാരിക്കുന്നു. കമൻസിലോട്ടൊന്ന് പോവാം. ഒരുപാട് പേര് ലൈവിൽ ജോയിൻ ചെയ്തതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതിൽ പത്തിശ്ശേരിലമ്മ പത്തിശ്ശേരിലമ്മ നമസ്തേ എന്ന് പറയുന്നത് നമസ്തേ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ഉദയകുമാർ ചിറക്കോണം പ്രിയ ഗായകന് നമ്മുടെ തറവാട്ടിലേക്ക് സ്വാഗതം. ഒത്തിരി സന്തോഷം എനിക്ക് ഈ ലൈവിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതോടൊപ്പം നമ്മുടെ തറവാട്ടിൽ പേജിൽ നമസ്തേ എന്ന് പറയുന്നുണ്ട്. നമസ്തേ.
രാജേഷ് ഹാർട്ട് സിമ്പിളൊക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതേമാതിരി കമൻസ് ഞാൻ സ്ക്രോൾ ചെയ്ത് വായിക്കുമ്പം ഓർഡറിലല്ല കമൻസ് വരുന്നത്, അതുകൊണ്ട് ഏതെങ്കിലും കമൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. രാജി ഉദയ് നമസ്തേ എന്ന് പറയുന്നുണ്ട്. നമസ്തേ. അനീഷ് ദേവ് എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. അനീഷ് ദേവ് ഈ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് എന്ന് പറയുന്നുണ്ട്. ഹലോ, ഒരുപാട് സന്തോഷം ലൈവിൽ ജോയിൻ ചെയ്തതിൽ. നിങ്ങളുടെ പാട്ടുകളൊക്കെ ചോദിക്കണം, തീർച്ചയായും നിങ്ങളുടെ പാട്ടുകൾ ഞാനിവിടെ പാടാൻ ശ്രമിക്കുന്നതാണ്. ഹരികൃഷ്ണൻ സൂപ്പർ എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ടോപ്പ് ഫാനായിട്ടുള്ള നമ്മൾ ഈ പേജിൽ റിജീല ഷനോജ് നമസ്തേ എന്ന് പറയുന്നുണ്ട്. ഒത്തിരി സന്തോഷം റിജീല ഷനോജ് ഈ ലൈവിൽ ജോയിൻ ചെയ്തതിൽ. അപ്പോൾ ദയവായി ഈ ലൈവ് കാണുന്നവർ നിങ്ങളുടെ ടൈമിൽ കൂടെ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. അവർക്കും കാണാനുള്ള അവസരം നൽകി ഞങ്ങളുടെ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരോടും. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ ലൈവ് മാക്സിമം ഷെയർ ചെയ്യണം, മാക്സിമം ആൾക്കാരിലേക്ക് ലൈവ് എത്തിക്കണം. ഇപ്പം ഗാനങ്ങൾ ഓരോരുത്തർ ആവശ്യപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പാട്ട് നമുക്കെല്ലാം ഇഷ്ടമുള്ളൊരു പാട്ടാണെന്ന് കരുതുന്നു. കേരനിരകളാടും എന്ന് പറഞ്ഞ സോങ്, അതായത് ജലോത്സവം സിനിമയിലെ ഗാനമാണത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഗായകനാണ് പി ജയചന്ദ്രൻ. അപ്പം ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടാണത്, കേരനിരകളാടുന്നുള്ളത്. അപ്പം ഇത് മ്യൂസിക് വന്ന അൽഫോൺസ് സാറാണ്. അൽഫോൺസ് സാറിൻ്റെ കരിയറിൽ തന്നെ നല്ലൊരു പാട്ടാണ് ഈ ജലോത്സവം സിനിമയിലുള്ള. പ്രത്യേകിച്ച് രവീന്ദ്ര മാഷൊക്കെ ഒത്തിരി അഭിനന്ദിച്ചിട്ടുള്ള ഒരു ഗാനമാണ് ഇതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആലപിക്കാം, ശ്രമിക്കാം. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലഴകൾ പുൽകും കണുവരിയുമീറൻ കാറ്റിൽ ഇലഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിനായി പുതുവിള നേരുന്നോരിനിയ നാടിത പാടാം കുട്ടനാടിൻ നീളം. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കണ്ണോട് തഴിയുരും മണ്ണുതിരും മണമോ, പെണ്ണിനു വിയർപ്പാലെ മധുകണമോ, ഞാറ്റോല പച്ചവള പൊന്നും തെളിക്കൊലുസ്, പെണ്ണുകൾ കളമാറ്റും കളമൊഴിയായി, കൊറ്റികൾ പകൽ പോലെ കിനാ കാണും, മുട്ടിടും അനുരാഗ കരൾ പോലെ, മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും. പാടാം കുട്ടനാടിൻ നീളം, കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. പൊന്നാനി
ആര്യൻ കതിരിടും സ്വർണമണി നിറമോ കണ്ണിനു കണിയാകും നിറ പറയൂ പെണ്ണാണ് കൊയ്തുവരും കച്ച നിറ പൊലിയാൽ നെല്ലറ നിറയേണം മനസ്സുപോലെ ഉത്സവത്തുടി താള കൊടിയേറ്റം മത്സര കളിവെള്ള തിരയോട്ടം പെണ്ണിനു മനമാകെ തകിലാട്ടം പാടാം കുട്ടനാടി നീളം നിരകളാടും ഒരു ഹരിത ചാരു തീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലകൾ പുൽകും കണുവലിയും ഈറൻ കാറ്റിൻ ഇലഞ്ഞാറിൻ ഇലയാടും കുളിരുനാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിനായി പുതുവിള നേൽക്കുന്നോരിനിയ നാടിക പാടാം കുട്ടനാടി നീളം നിരകളാടും ഒരു ഹരിത ചാരു തീരം പുഴയോരം കളമേളം കവിത പാടും തീരം അപ്പം ഈ ഒരു ഗാനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ കമൻസിലോട്ടൊന്ന് പോവുകയാണ്. ഒത്തിരി പേര് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. കീർത്തി കോട്ടയം പൊളിച്ചു എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച് കീർത്തി, ലൈവിലേക്ക് ജോയിൻ ചെയ്തതും ഒത്തിരി സന്തോഷം. ബിജു പൂക്കാലത്ത് ക്ലാപ്സ് സ്റ്റിക്കർ തന്നിട്ടുണ്ട്. അതേമാതിരി താങ്ക് യു സോ മച്ച്. നമ്മുടെ തറവാട് ഒരു പൂച്ചണ്ട് തന്നിരിക്കുന്ന ഹാർട്ട് സിമ്പിൾ അയച്ചിട്ടുണ്ട് രജീല ഷനോജ്. ഒത്തിരി താങ്ക് യു. രാജി ഉദയ് അതേമാതിരി ഒരു പൂ സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ഒരുപാട് ഹാർട്ട് സിമ്പിൾസും സ്റ്റിക്കേഴ്സും ഒക്കെ അയക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. സ്വാഗതം സിംഗറെ രാമകൃഷ്ണൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സന്തോഷം ലൈവിൽ വരാൻ സാധിച്ചതിലും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ജയശ്രീ കലാധനൻ നമസ്തേ എന്ന് പറയുന്നുണ്ട്. നമസ്തേ. അനീഷ് ദേവ് ശ്രീരാഗമോ എന്ന് പറഞ്ഞ സോങ് ചോദിച്ചിട്ടുണ്ട്. ശ്രീരാഗമോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണത്. നമ്മൾ റെഡിയാക്കി വെച്ച പാട്ടല്ല, ഇപ്പം അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതായിരിക്കും. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ എൻ്റെ കൂടെയുണ്ട്. അപ്പം ശ്രീരാഗമോ എന്ന് പറഞ്ഞ പാട്ട് ശരത് സാറിൻ്റെ സോങ് ആണത്. പവിത്രം സിനിമയിൽ നല്ലൊരു സിനിമയാണ് പവിത്രം എന്ന് പറയുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ ചിത്രമാണ്. ലാലേട്ടൻ്റെ ഫാൻസ് ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് സിമ്പിൾസ് എങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പം ശ്രീരാഗമോ സോങ്ങിനെ കുറിച്ച് പറയുമ്പം ONV സാറാണ് അതിൻ്റെ വരികൾ, ശരത് സാറാണ് മ്യൂസിക്. അപ്പം ശ്രീരാഗമോ എന്ന് പറഞ്ഞ സോങ് ഞാനൊരു 4 വരി പാടാൻ ശ്രമിക്കാം അനീഷിന് വേണ്ടി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാദ്രമാം ഏതോ പദം തേടുന്നു നാം. ഈ നമ്മളിൽ
നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, നിൻ മുന്നിൽ നീ പുലർക്കന്യയായി, ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പക്ഷെ സ്വരങ്ങളൊക്കെയാണ് ഇനി വരുന്നത്. ഞാൻ അതിൻ്റെ മുകളിൽ കൂടുതൽ കസരത്ത് കളിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ആ പാട്ട് അവിടെ നിർത്തുകയാണ്. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതിൻ്റെ വരികളുള്ള ഒരു ലാളിത്യമാണ് ഈ പാട്ടിൻ്റെ ഒരു എന്താണ് ജീവൻ എന്ന് പറയുന്നത്. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം, കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി നാം, ചെങ്കദളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ, കാറ്റിനോടു കെഞ്ചി ചെറുമാ നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ, ഇനിയുമീ തുടികളിൽ ഇളവേൽക്കാൻ മോഹം, ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ. ഓക്കെ, അനീഷിന്റെ റിക്വസ്റ്റ് പാടാൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു സോങ് ആവശ്യപ്പെട്ടിരിക്കുന്ന താരാപദം ചേതോഹരം എന്ന് പറയുന്ന പാട്ടാണ്. താരാപദം ചേതോഹരം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സോങ്ങാണ്. അത് വന്ന് SPB സാറ് ഈ അവസരത്തിൽ ഓർക്കുകയാണത്. ബാലു സാറിൻ്റെയൊക്കെ ഒരു നഷ്ടം എന്ന് പറയുന്നത് തീരാനാവാത്ത നഷ്ടമാണ് ശരിക്കും. ബാലു സാറൊക്കെ നമ്മളെ വിട്ടുപോയത് ഇപ്പം വന്നിരിക്കുന്നത്. ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ പാട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ നാടിന് ഇപ്പോൾ കോഴിക്കോടാണ്. എന്നെപ്പറ്റി ആക്ച്വലി ഞാനൊന്നും പറഞ്ഞില്ല. അതൊന്നും ഈ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് എന്നെപ്പറ്റി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. എൻ്റെ പേര് ചിത്തരഞ്ജൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് SCT എഞ്ചിനീയറിംഗ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. പാപ്പനംകോട് ശ്രീ ചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പം എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപനമാണെങ്കിലും എൻ്റെ പാഷൻ എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. അപ്പോൾ എപ്പോഴും സംഗീതം എന്നോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഈ ഒരു കൊറോണ കാലം വന്നതിന് ശേഷം ഒരുപാട് ലൈവ് പ്രോഗ്രാംസ് ചെയ്യാൻ സാധിച്ചു. അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പം പോകെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പറയാം. അപ്പം താരാപദം ചേതോഹരം അത് ആവശ്യപ്പെട്ടത് ആരാണ്, ആളുടെ പേര് ഞാൻ പറയാം. എന്തായാലും ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. രാജസാറ് പാട്ടാണത്. രാജസാറ് മലയാളത്തിൽ ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു നല്ലൊരു സോങ് ആണത്. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യും നിതാ നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ ചുരു ചുംബനങ്ങൾ നൽകാൻ. താരാപദം ചേതോഹരം പ്രേമാമൃതം ചെയ്യുന്നിതാ.
സുഗതമീ നാളിൽ ലല്ലല്ലല്ലല്ല പ്രണയശലഭങ്ങ ലല്ലല്ലല്ലല്ല അറിയുമോരാഗദൂതുമായി സുഗതമീ നാളിൽ ലല്ലല്ലല്ലല്ല പ്രണയശലഭങ്ങ ലല്ലല്ലല്ലല്ല അണയുമോരാഗദൂതുമായി വർണ്ണദീപശോഭയിൽ എന്നെ ഓർമ്മ പുൽകവേ മണ്ണിലാകെ നിന്റെ മന്ദഹാസ മാത്രം കണ്ടു ഞാൻ താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. അപ്പം ഈ ഗാനം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അടിപൊളി എന്ന് കമൻറ്റ് വന്നിരിക്കും. താങ്ക് യു സോ മച്ച്. എൻ്റെ ഇതിൽ കമൻസ് ശരിക്കും റിഫ്ലക്റ്റ് ആവുന്നില്ല, അതാണൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരുപാട് ഹാർട്ട് സിമ്പിൾസും ലൈക്കും ഒക്കെ പൊട്ടിക്കുന്നുണ്ട് ഒരുപാട് പേര്. ഒരുപാട് സന്തോഷം ലൈവിൽ അറിയാൻ സാധിക്കുന്നതിൽ ജോയിൻ ചെയ്തത്. മറ്റൊരു ഡ്യുയറ്റ് സോങ് ഇപ്പോൾ ഇതൊരു ഡ്യുയറ്റ് സോങ് ആയിരുന്നു ആക്ച്വലി. അത് ഒറ്റയ്ക്ക് സമൂഹഗാനം ഒറ്റയ്ക്ക് പാടി എന്ന് പറയുന്ന കാര്യം, ഡ്യുയറ്റ് ഒറ്റയ്ക്ക് പാടുക എന്ന് പറയുന്ന ഇത്തിരി വിഷമമുള്ളൊരു കാര്യമാണ്. കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ ലൈവിൽ എൻ്റെ മോളും കൂടെ ജോയിൻ ചെയ്യാണ്ടാണ്, പക്ഷെ അവർക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഈ ലൈവിൽ വരാത്തത്. ചുമയും തൊണ്ടവേദനയൊക്കെ, കലശമായ ചുമയും തൊണ്ടവേദനയൊക്കെ ഉള്ളത് കാരണം അവൾ ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്യാത്തത്. അപ്പം തീർച്ചയായും നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ ഞാൻ പാടിത്തരാം. ഉദയകുമാർ ചിറക്കോണം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹാർട്ട് സിമ്പിൾ ഒരു വയലിനും ഒരു സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ഉദയകുമാർ ഈ ലൈവിൽ ജോയിൻ ചെയ്തത്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി എന്ന സോങ് ഹരികൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പാടാം. കീർത്തി ഒരു ഹാർട്ട് സിമ്പിൾ അയച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ബിജു പൂക്കാലത്ത് ചിലവുണ്ടെന്ന് പറയുന്നത് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ വായിക്കുന്ന കമൻസ് ഓർഡറിലായിരിക്കില്ല, സദയം ക്ഷമിക്കുക എന്നോട്. നാളെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഹസ്ബൻഡിന് വേണ്ടി ഒരു പാട്ട് പാടാമോ എന്ന് റിജീല ഷനോജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും റിജീല ഷനോജിന് വേണ്ടി വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ ഒരു പാട്ട് ഞങ്ങൾ പാടിത്തരാം. തീർച്ചയായും ഒരു സന്തോഷം. അടുത്ത പാട്ട് തീർച്ചയായും റിജീലയ്ക്ക് വേണ്ടി, റിജീലയുടെ ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. സജീവ് മാധവൻ ഒരു സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്. ഹരികൃഷ്ണൻ മറ്റൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തന്നെയല്ലേ. തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്, ഞാൻ പാടാം. ഉദയകുമാർ ചിറക്കോണം വാവ് മനോഹരം എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ബിന്ദു നന്ദനോട് ക്ലാപ്സ് അയച്ചിട്ടുണ്ട്. അതേമാതിരി സ്റ്റിക്കേഴ്സ് അയച്ചിട്ടുണ്ട്. താരാപദം സോങ് സെലക്ഷൻ സൂപ്പർ എന്ന് ബിജു സജീവിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതെ, നല്ല സോങ് സെലക്ഷൻ തന്നെയായിരുന്നു. ബ്യൂട്ടിഫുൾ എന്ന് ബിന്ദു നന്ദൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റിക്കേഴ്സും ഇതൊക്കെ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ എന്തായാലും ഞാൻ മറ്റൊരു ഡ്യുയറ്റ് സോങ് നിങ്ങൾക്ക് വേണ്ടി പാടാം. അതായത് ഇപ്പം നമ്മൾ ആവശ്യപ്പെട്ട എന്താണ് ഷജീല ചേച്ചി എന്ന് വിളിക്കാതെ തോന്നുന്നു, ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത സോങ്ങാണ്. സ്വയംവര ചന്ദ്രിക എന്നുള്ള ഡ്യുയറ്റ്. അതായത് നമ്മളെ ക്രോണിക് ബാച്ചിലർ സിനിമയിൽ ദീപക് ദേവിൻ്റെ സംഗീതത്തിൽ പി ജയചന്ദ്രനും സുജാത ചേച്ചി ആലപിച്ച പാട്ടാണ്. അപ്പോൾ ഇതൊരു ഡ്യുയറ്റ് സോങ് ആണ്. ഈ പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടാം. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം
അവൾക്കായി പകർന്നു വരുമോ? ഏകാന്ത സന്ധ്യ വിടർന്നു സ്നേഹയമുനാ നദിക്കരയിൽ, ഇന്നും അവൾ മാത്രം വന്നില്ല. അവൾ കാറ്റായി മുളയായി ഞാൻ സ്വരനിശ്വാസമായൻ ഗാനം. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ? പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ? കുയിൽ വന്നു പാടിയതെന്തേ, പ്രിയ സഖികളോദിയതെന്താണോ? പൂമിഴികളെന്റെ തോർന്നീല. കടലല പോലെ അല തള്ളി അലയുന്നിതൻ മാനസം. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ? പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ? അപ്പം വെഡിങ് ആനിവേഴ്സറി ടീമിന് ഈ ഗാനം ഒത്തിരി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സൂപ്പർ സൂപ്പർ എന്ന് കമൻസ് വന്നിട്ടുണ്ട്. ഹരികൃഷ്ണൻ സൂപ്പർ സൂപ്പർ എന്ന് പറയുന്നു. കീർത്തി കോട്ടയം ഒരു സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്, ഒത്തിരി സന്തോഷം. റിജില ഷനോജ് താങ്ക് യു. ഈ ഒരു നല്ലൊരു ഗാനം പാടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. നമ്മുടെ തറവാട്ടിലും ഒത്തിരി സ്റ്റിക്കേഴ്സ് അയച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് സന്തോഷം. ഒരുപാട് ഹാർട്ട് സിമ്പിളും ഇതുമൊക്കെ അയച്ചിട്ടുണ്ട്.
ഉദയകുമാർ ചിറക്കോണം പറയുന്നു, സാർ മോളോട് ഒരു പാട്ട് പാടാൻ പറയുമെന്ന്. അവള് അതാണ് ഈ ലൈവില് ഇപ്പൊ ഇത്തിരി ഒരു സൗണ്ടിനൊക്കെ ഒരു പ്രശ്നമായതുകൊണ്ടാണ് അവളങ്ങനെ ഇത്തിരി മാറി നിൽക്കുന്നത്. അടുത്ത ലൈവില് തീർച്ചയായിട്ടും അവള് പാടും. നമ്മളെ ഫേസ്ബുക്ക് പേജിൽ ഞങ്ങൾ രണ്ടുപേരെയും പടമായിരുന്നു കൊടുത്തിരുന്നത്. കഴിഞ്ഞ ലൈവിലും ഇത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതാണ് അവള് തീർച്ചയായിട്ടും അടുത്ത നമ്മൾ വീണ്ടും ഈ നമ്മുടെ തറവാട്ട് പേജിൽ ഇനി വീണ്ടും ഒരു ലൈവ് വരുന്ന സമയത്ത് തീർച്ചയായും അവളെ കൊണ്ട് ഞാൻ ഒരു പാട്ട് പാടിക്കാം. അടിപൊളിയെന്ന് നമ്മുടെ തറവാട്ടിൽ കമന്റ് ചെയ്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ജിഷ GS സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ജിഷ എൻ്റെ വൈഫാണ്, മോളുടെ അമ്മയാണ്. അപ്പം ലൈവ് കാണുന്ന ഒത്തിരി പേര് ലൈവ് കാണുന്നത് അറിയാൻ സാധിക്കുന്നു. ഇപ്പം വാച്ചിങ് വിനീഷ് കല്ലേറ്റുംകര സ്വാഗതം. അതേമാതിരി ബിന്ദു നന്ദൻ, പ്രേമലത കക്കാട്ടിൽ, ജയ വത്സരാജ് വാച്ചിങ് എൻ്റെ അമ്മയാണ്. ഒത്തിരി സന്തോഷം അമ്മ ലൈവ് വാച്ച് ചെയ്യുന്നതിൽ. സജീവ് മാധവൻ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്. അതേമാതിരി പ്രകാശ് ദാമോദരൻ, സുജിൻ, അനീഷ്, ആതിര എല്ലാവരും ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം ലൈവിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതിൽ. മറ്റൊരു ഗാനം ആവശ്യപ്പെട്ടത് എന്തിനു വേറൊരു സൂര്യോദയം എന്നുള്ളൊരു സോങ്ങാണ്. ഹരികൃഷ്ണൻ തന്നെയാണ് തോന്നുന്നത് ആവശ്യപ്പെട്ടത്. ആ ഗാനം ഒരു 4 പേര് ഞാൻ പാടാം. രവീന്ദ്ര മാഷ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഗീത സംവിധായകനാണ് രവീന്ദ്ര മാഷ് ഈ ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. എഴുത്തപ്പൻ തിരുമേനിയാണ് ഇതിന്റെ വരികൾ. എഴുത്തപ്പൻ സാറിനെ ഈ അവസരത്തിൽ ഓർക്കുന്നു. എന്തിനു വേറൊരു സൂര്യോദയം, എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ. എന്തിനു വേറൊരു മധുവസന്തം, എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ. മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. നിന്റെ നൂപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം. നീ എന്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി. ഇനിയും ചിലമ്പണിയൂ, എന്തിനു വേറൊരു സൂര്യോദയം. അപ്പം എന്തിനു വേറൊരു സൂര്യോദയം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഈ പാട്ട് ആക്ച്വലി ഞാൻ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എന്നെ കൊണ്ട് പാടിച്ചിരുന്നൊരു പാട്ടാണത്. അതായത്
തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിലാണ് ഞാൻ എഞ്ചിനീയറിങ് പഠിച്ചിരുന്നത്. ആ ഒരു സമയത്ത് എപ്പോഴും എന്നോട് ഈ ഒരു ഗാനം ഒരുപാട് ഫ്രണ്ട്സ് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു ഗാനം വീണ്ടും ഓർത്തെടുത്ത് പാടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് പേര് കമൻസ് വരുന്നുണ്ട്. സൂപ്പർ, ജയ വത്സരാജ് സൂപ്പർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു, അമ്മയാണ്. സന്തോഷം. അതേമാതിരി കീർത്തി കോട്ടയം ഒരുപാട് സന്തോഷം. കോഴിക്കോടാണോ വീടെന്ന് ചോദിക്കുന്ന റിജില സന്തോഷം. അതെ, എൻ്റെ വീട് കോഴിക്കോടാണ്. കോഴിക്കോട് നടക്കാവ് ബിലാത്തിക്കുളം ആണ് ഞാൻ താമസിക്കുന്നത്. പൊളിച്ചു എന്ന് കീർത്തി കോട്ടയം റിപ്ലൈ ചെയ്തിരിക്കുന്നത് ഒരുപാട് സന്തോഷം. സുഖയില്ലായ്മ ഉണ്ടോ എന്ന് അനീഷ് ദേവ്, നമ്മുടെ തറവാട് അനീഷ് ദേവിന് റിപ്ലൈ കൊടുത്തിരിക്കുന്ന അനീഷ് ദേവിന് സുഖമില്ല, എന്ത് പറ്റി? നമ്മുടെ തറവാട് ജിഷ GS നമസ്തേ, നമ്മുടെ തറവാട്ടിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. പ്രകാശ് ദാമോദരനെയും ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സജീവ് മാധവൻ എല്ലാവരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തറവാട് FB പേജ്. ഈ FB കൂട്ടായ്മകളാണ് ശരിക്കും നമുക്ക് ഒരുപാട്, എപ്പോഴും ഫ്രണ്ട്സിൻ്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ സന്തോഷമായി ഇരിക്കുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. നന്നായി പാടുന്നു ചേട്ടാന്ന് സജീവ് മാധവൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. കീർത്തി കോട്ടയം യു ആർ ഗ്രേറ്റ് എന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റിക്കറായിട്ട് അയച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം കമൻസിന്. നാളെ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ബിന്ദു നന്ദൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. നാളെ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. മോക്ക് വേണ്ടി ഒരു പാട്ട് പാടും. തീർച്ചയായിട്ടും അതിനെന്താ, മോക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിത്തരാം. നമ്മളെ അടുത്തൊരു ഗാനം ഞാൻ ഏതാണ്, ജീവാംശമായി എന്ന് പറഞ്ഞ പാട്ട് വേണോ അതോ ശിശിരകാല മേഘമിഥുന, 2-3 സോങ്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഏതാണ് നിങ്ങൾക്ക്, രണ്ടും പാടുന്നതായിരിക്കും. എന്നാൽ ഇപ്പം ഈ ശിശിരകാല മേഘമിഥുന എന്ന പാട്ട് വേണോ ദേവരാഗത്തിലെ, അതല്ലെങ്കിൽ ജീവാംശമായി എന്ന് പറഞ്ഞ തീവണ്ടി സിനിമയിൽ ടൊവിനോ തോമസിന് ഇഷ്ടമുള്ള ആൾക്കാർ ഒരു ലൈക്ക് അടിച്ച് ഈ ലൈവിൽ ഒരു കമൻറ്റ്, ടൊവിനോന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഗാനം ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. സംയുക്ത ടൊവിനോ തോമസിൻ്റെ കൂട്ടുകെട്ടിൽ തീവണ്ടി സിനിമയിലെ നല്ലൊരു ഗാനമാണ് ജീവാംശമായി. അപ്പം നമുക്ക് ആ പാട്ട് തന്നെ ഒന്ന് കേൾക്കാം. ഇത് യഥാർത്ഥത്തിൽ ഹരിശങ്കർ, എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് ഹരി. ശങ്കു വളരെ മനോഹരമായിട്ട് ഈ പാട്ട് പാടിയിരിക്കുന്ന കൈലാസ് മേനോനാണ് ഇതിൻ്റെ മ്യൂസിക്. അപ്പം കൈലാസ് ചേട്ടനെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗാനത്തിലോട്ട് ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞാൽ തോരാതെ പെയ്തു നീ, പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ, ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നിതാ, മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവാൻ നിന്നനുരാഗം, ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ ഇള പോലെ കൊഞ്ചിയൊഴുകുന്നു മഴകേ ഈ അനുരാഗം. ഇട
ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ, നിറമേഴിൻ ചിരിയോടെ ഒളിമായാ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ജനപടിമേലെ ചുമരുകളാകെ വിരലാൽ നിന്നെ എഴുതി, ഇടവഴിയാകെ അലഞ്ഞൊരു കാറ്റിൽ നീയാ ഗന്ധം തേടി. ഓരോ വാക്കിൽ ഒരു നദിയായി നീ, ഓരോ നോക്കിൽ ഒരു നിലവായി നീ, തിരപാടും കടലാകും തളിരോമൽ മിഴിയാരം തിരയുന്നു എൻ മനസ്സുമല്ലേ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറന്നു മഞ്ഞായി തോരാതെ പെയ്തു നീ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻവേലിയായി വളർന്നേക്കൂ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി ഇന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചിയൊഴുകുന്നു മഴകേ ഈ അനുരാഗം. അപ്പം താങ്ക് യു സോ മച്ച്. ശരിക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വോയിസ്. സന്തോഷം എന്ന് പ്രകാശ് ദാമോദരൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അറിയാൻ സാധിച്ചില്ല നിങ്ങൾക്ക് ഈ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ഹരികൃഷ്ണൻ ഒരു ഹാർട്ട് സിമ്പിള്, അതിൻ്റെ അകത്തൊരു ഗ്ലോബും ഒക്കെ വെച്ചിട്ടുള്ള അയച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് സന്തോഷം ഹരികൃഷ്ണൻ. സ്റ്റിക്കേഴ്സ്, ഒരുപാട് സ്റ്റിക്കേഴ്സ് ഹരികൃഷ്ണൻ അയക്കുന്നുണ്ട്. ഒരുപാട് ഒരുപാട് സന്തോഷം. ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തുന്ന മുറ്റത്തി ചക്കര മാവിൻ ചുവട്ടിൽ എന്ന പാട്ട് ഹരികൃഷ്ണനാണ് പാട്ടുകളെല്ലാം ആവശ്യപ്പെടുന്നത്. ബാക്കി നമ്മളെ ജോയിൻ ചെയ്തിട്ട് ഉള്ള ആൾക്കാർക്ക് പാട്ടുകൾ ആവശ്യപ്പെടാത്തതുണ്ട്. അതോ എനിക്ക് കമൻസ് കാണാത്തതാണോ എന്ന് അറിഞ്ഞുകൂടാ. ഹരികൃഷ്ണൻ സൂപ്പർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. റെജിയിൽ ഒരു വലിയൊരു ഹാർട്ട് സിമ്പിൾ അയച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഒരുപാട് ഹാർട്ട് സിമ്പിൾ അയക്കുന്നു. ജിഷ GS ജീവാംശമായി പ്ലീസ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അത് പാടിക്കഴിഞ്ഞിട്ടുണ്ട്. ലൈവ് കണ്ട് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ തറവാടിൻ്റെ നന്ദിയും കൃതജ്ഞതയും അറിയിച്ചു കൊള്ളുന്നു എന്ന് ഉദയകുമാർ ചിറക്കോണം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.
ഏതോ രാത്രി മഴ മൂളി വരും. നല്ലൊരു പാട്ടാണ്, എം ജയചന്ദ്രൻ സാറിൻ്റെ ഒരു പാട്ടാണ്. നമ്മളെ ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തുന്നെന്ന് പറയുന്ന സോങ് ഒരു 4 വരി ഞാൻ പാടാം. അത് മുകുന്ദേട്ട സുഭദ്ര വിളിക്കുന്നു എന്ന സിനിമയിലെ പാട്ടാണ്. അത് ശരിക്കും ഔസേപ്പച്ചൻ സാറാണ് അതിൻ്റെ മ്യൂസിക്. നമ്മളെ വീണ്ടും ലാലേട്ടൻ്റെ സിനിമയാണത്. ഒരു ചെമ്പനീർ പൂവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതും എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. അപ്പോൾ ഇത് പാടണം. ഒരു ചെമ്പനീർ പൂവ്, ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമല എന്ന് പറഞ്ഞ പാട്ട് ഉണ്ണിമേനോൻ സാറിൻ്റെ പാട്ടാണ്. അത് സ്ഥിതി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഉണ്ണിമേനോൻ സാറ് തന്നെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു പടം ആക്ച്വലി ഒരുപാട് ഹിറ്റായൊരു സോങ്ങാണത്, ഒരു ചെമ്പനീർ പൂവിറുത്തു. അതിൻ്റെ കരോക്കെ ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഗാനം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു നറു പുഷ്പമായി. അത് ഞാൻ അല്ലാതെ ഒരു 4 വരി പാടാം. ഇപ്പം അതിൻ്റെ ഒരു നറു പുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുനയാരുടേതാവാ. ഒരു നറു പുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുനയാരുടേതാവാ. ഒരു മഞ്ജുഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിലവുകളാരെയോർത്താവാ. അറിയില്ല, എനിക്കറിയില്ല, അണയുന്നു സന്ധ്യതൻ മൗനം മൗനം. ഒരു നറു പുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുനയാരുടേതാവാ. ഓക്കെ, ഒരു ചെമ്പനീർ പൂവിറുത്തു എന്ന് പറഞ്ഞ സോങ് കരോക്കെ വെച്ച് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അത് ഇവിടെ കിട്ടാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം അത് കരോക്കെ ഇല്ലാതെ ഞാൻ അതൊരു 4 വരി പാടാം. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി, നിനക്കായി. പറയൂ നീ പറയൂ, പറയൂ നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. അകമേ നിറഞ്ഞ സ്നേഹമാം മാധുര്യം ഒരു വാക്കിനാൽ തൊട്ടു ഞാൻ നൽകിയില്ല. നിറനീല രാവിലെ ഏകാന്തതയിൽ നിൻമിഴിയിലെ നനവൊപ്പി മായ്ച്ചതില്ല. എങ്കിലും നീ അറിഞ്ഞു എൻ മനമെന്നും നിൻ മനമറിയുന്നതായി, നിന്നെ തഴുകുന്നതായി. ഒരു ചെമ്പനീർ. ഓക്കെ, നല്ല പാട്ടാണ് അത്. ഈ
ഒരു രാഗവും ആക്ച്വലി ഭയങ്കര നമ്മളെ പെട്ടെന്ന് ആകർഷിക്കുന്നതാണ്. മധ്യമാവധി എന്ന് പറയുന്ന ഒരു രാഗം ബേസ് ചെയ്തിട്ടാണ് ഉണ്ണിയേട്ടൻ ആ പാട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്കിപ്പം ഭക്തിഗാനങ്ങളാണെങ്കിലും സിനിമാ പാട്ടുകളാണെങ്കിൽ ഒരുപാട് വന്നിട്ടുള്ളൊരു രാഗമാണ്. അതിലാണ് ഇപ്പം ഈ പാട്ടൊക്കെ. ഭക്തിഗാനങ്ങൾ പറയുകയാണെങ്കിൽ മദഗജമുഖനെ എന്ന് പറഞ്ഞൊരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നു, പക്ഷെ അത് മറന്നുപോയി. നമ്മളെ ഈ അമരം സിനിമയിലെ പാട്ടാണെങ്കിൽ വികാര നൗകയുമായി തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാ മൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ. ആ പാട്ട് അതേമാതിരി ഹൃദയം ഒരു സാഗരം അതിൽ നീ നിറയും ആ പാട്ടൊക്കെ തമ്മിൽ തമ്മിൽ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണത്. അതൊരു ഹാപ്പി വേർഷൻ സോങ് ആണെങ്കിൽ അതിൻ്റെ ഒരു സാഡ് വേർഷനാണ് കഥനം ഒരു സാഗരം. അതിൻ്റെ ഒരു സാഡ് വേർഷനായിട്ട് വരുന്നതാണത്. എല്ലാം വളരെ നല്ല പാട്ടുകൾ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഇനി ഒരു തമിഴ് സോങ്, ഞാൻ ഇതുവരെ ഒരു തമിഴ് പാട്ട് പാടിയില്ല. അപ്പം ഒരു തമിഴ് സോങ് നമുക്കിപ്പോൾ കേൾക്കാം. മലരേ മൗനമ എന്ന് പറഞ്ഞ സോങ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ആ ഒരു സോങ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പാടാം. മലരേ മൗനമാ മൗനമേ വേദമാ മലരേ മൗനമാ മൗനമേ വേദമാ. ജീവൻ കൊണ്ട് ദേഹം வாழ்ந்து വന്നതോ மீதி ஜீவன் உன்னை பார்த்த போது வந்ததோ ഏതു സുഖം
ഉള്ളൂരുതേ ഏതോ മനം തള്ളാടുതേ ഏതോ സുഖം മുള്ളൂരുതേ ഏതോ മനം തള്ളാടുതേ വിരൽകൾ തൊടവാൻ വിരുന്നേ പിറവാൻ മാറോടു കண்கள் മൂടവാ മലരേ മൗനമാ മലர்கள் பேசுமா கனவு கண்டு எந்தன் கண்கள் மூடி கிடந்தே കാറ്റു പോലെ വന്ന് കண்കൾ മെല്ലെ തിറന്നേ காற்றே என்னை கில்லாதிரு പൂവേ എന്നെ തന്നാതിര് காற்றே என்னை கில்லாதிரு പൂവേ എന്നെ തന്നാതിര് உறவே உறவே ഉയരിന്നുയരേ புது வாழ்க்கை தந்த வள்ளலே മലരേ മൗനമാ മൗനമേ വേദമാ மலர்கள் பேசுமா பேசினால் ஓயமா அந்தே മലരേ മൗനമാ മൗനമേ വേദമാ. ഒരുപാട് മലയാളം സോങ്ങിൻ്റെ ഇടയിൽ ഒരു തമിഴ് സോങ് പാടിയപ്പോൾ ഒരുപാട് കമൻസ് വന്നിരിക്കുന്നു. ഒരിക്കലും മരിക്കാത്ത SPB സാറിന് എൻ്റെ ഓർമ്മകൾ എന്ന് പ്രകാശ് ദാമോദരൻ കമൻറ്റ് ചെയ്തിരുന്നു. തീർച്ചയായും ബാലു സാറെയൊക്കെ ഒരുപാട് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇന്നും ബാലു സാറിൻ്റെ ഒരു പാട്ടെങ്കിലും കേൾക്കാതെ നമുക്ക് ഒരു ദിവസം കടന്നു പോകാൻ സാധിക്കില്ല. റെജില ഷനോജ് മനോഹരൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സുഭാഷ് വരയിൽ ശുഭ ക്ലാപ്സ് തന്നിട്ടുണ്ട്. അടിപൊളി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. നമ്മുടെ തറവാടും അടിപൊളി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. മനോഹരം എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് റിജില. താങ്ക് യു. നല്ല ഭാവം എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. സൂപ്പർന്ന് സുഭാഷ് വരയിൽ ശുഭ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നന്നായിട്ടുണ്ടെന്ന് രേഷ്മ കമൻറ്റ് ചെയ്തിരിക്കുന്നു. ഒത്തിരി സന്തോഷം. ഉമാ സുദർശൻ ഒരു സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്. ജിഷ GS ഹാർട്ട് സിമ്പിൾ അയച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഒരുപാട് സ്റ്റിക്കേഴ്സും സൂപ്പർന്ന് ഉമാ സുദർശൻ ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അടിപൊളി എന്ന് പറയുന്നു രേഷ്മ. താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ. ഒരുപാട് നല്ല കമൻസും സ്റ്റിക്കേഴ്സും ഒക്കെ അയക്കുന്നുണ്ട്. നേരത്തെ ആവശ്യപ്പെട്ട ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നെന്ന് പറയുന്ന സോങ്, അതിൻ്റെ കരോക്കെ ഒന്ന് നോക്കട്ടെ. മറ്റ് പാട്ടുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എനിക്ക് ഈ കമൻസ് എത്രയോ ജന്മമായി ആണോ ചോദിച്ചിരിക്കുന്നത്. എത്രയോ ജന്മമായി നിന്നെ ഞാൻ അത് പാടാം. അത് വിദ്യാസാഗർ സാറിൻ്റെ പാട്ടാണ്. അത് നല്ലൊരു സോങ് തന്നെയാണ്. അത് 4 വരി പാടാം. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു,
അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഓക്കെ, കണ്ണീർ പൂവിൻ്റെ പാടാമോ എന്ന് സുഭാഷ് വരയിൽ ചോദിച്ചിരിക്കുന്നു. ഞാൻ ലാലേട്ടൻ്റെ തന്നെ മറ്റൊരു പാട്ട് പാടിത്തരാം. അത് കള്ളിപ്പൂങ്കുയിലെ എന്ന് പറയുന്ന സോങ്ങാണ്. ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആ പാട്ടൊന്ന് കേൾക്കാം നമുക്ക്. തേന്മാൻ കൊമ്പത്തെന്ന സിനിമയിൽ പാട്ടാണ്. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. കാവതി കാക്കത കൂട്ടിൽ മുട്ടയിട്ടന്നൊരു നാൾ കാനനം നീളെ നീ പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. ൂരാകെ തെണ്ടുന്നോരമ്പലപ്രാവുകൾ നാടാകെ പാടിയപ്പോൾ കള്ളക്കഥ കാട്ടുതീയായി പടർന്നു. കാകനെ സ്നേഹിച്ച കാവളം പൈങ്കിളി കഥയറിയാതെ നിന്നു. പിന്നെ പാവം കാതരയായി കരഞ്ഞു. കാലോലം ദൂരത്താരോ ആലിൻ കൊമ്പത്തോരോലക്കൂട്ടിൽ നാലോലം പുഞ്ചിരിച്ചു. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. ഓക്കെ, അപ്പം മറ്റൊരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്ന അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാന്യമാതും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണത്. പൃഥ്വിരാജിൻ്റെ സിനിമയിൽ തരുന്ന അയാളും ഞാനും തമ്മിൽ അല്ലേ, അത് നല്ലൊരു പാട്ടാണത്. രാധതൻ പ്രേമത്തോടാണോ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നല്ലൊരു ഞാൻ പാടാം. കരോക്കെ ഇല്ലാതെ തന്നെ ഒരു കൃഷ്ണഭക്തി ഗാനം അതിൻ്റെ ഇടയിൽ പാടിക്കോട്ടെ. അപ്പം അത് ആരാണ് ആവശ്യപ്പെട്ടത്? രാധതൻ പ്രേമത്തോടാണോ എന്നുള്ള പാട്ട് കീഴാരൂർ രാജേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. ഒത്തിരി സന്തോഷം. ആ പാട്ട് നാലുപേരും പാടാം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. ഒത്തിരി സന്തോഷം. പിന്നെ അതേമാതിരി അഷ്ടമി രോഹിണി നാളിൽ ഞാനൊരു, അത് ചിത്രചേച്ചിയുടെ പാട്ടാണ്.
രാധതൻ സൂപ്പർ ആയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നെയ്യാറ്റിങ്കര വാഴും കണ്ണ എന്ന് പറഞ്ഞ പാട്ടും അതും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയാണ്. നെയ്യാറ്റിങ്കര വാഴും കണ്ണ അതും ആക്ച്വലി ഒരുപാട് എന്താണ് പറയുക, ജയചന്ദ്രൻ മാഷ് നല്ല ഒരു ആൽബം ആണ് ആ ഒരു സോങ്സൊക്കെ ഉള്ളത്. അത് വരുന്നത് ഏതാണ്, പുഷ്പാഞ്ജലിയാണെന്ന് തോന്നുന്നത്. നെയ്യാറ്റിങ്കര വാഴും കൃഷ്ണ എന്നുള്ള പാട്ട് അത് ആക്ച്വലി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയാണത്, നെയ്യാറ്റിങ്കര വാഴും കണ്ണ എന്നുള്ളത്. അത് കരോക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അത് ഓക്കെ, അതൊരു 4 വരി പാടാം. കരോക്കെ റെഡിയാണ്. മായ സ്വരമാലിന്യ ആലാപനം എന്നൊക്കെ ടൈപ്പ് ചെയ്തിരിക്കുന്ന പ്രകാശ് ദാമോദരൻ, ഒത്തിരി സന്തോഷം. ആലാപന ശൈലി ഏറെ മികച്ചത്, ആശംസകൾ എന്ന് പ്രകാശ് ദാമോദരൻ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. സന്തോഷം, ഒരുപാട് സന്തോഷം. ഗുരുവായൂർ പാട്ട് പാടാം, നെയ്യാറ്റിങ്കര വാഴും കണ്ണ. നെയ്യാറ്റിൻ കരവാഴും കണ്ണാനിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എന്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം. നെയ്യാറ്റിൻ കരവാഴും കണ്ണാനിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എന്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം. ഓംകാരം മുഴക്കുന്ന കൈകളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. ഓംകാരം മുഴക്കുന്ന കൈകളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. ആകിടു ചുരത്തുമൻ ജീവനു നീ മോക്ഷ കരുക നാം വേഗുമോ കണ്ണാ. കായാമ്പൂത്തൊഴും മുഴുവന്ന നെയ്യാറ്റിൻ കരവാഴും കണ്ണാനിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എന്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം. ഓക്കെ, അപ്പം ആ ഒരു സോങ്ങും ഞാൻ ഈ പാതി വഴി വെച്ച് നിർത്തുന്നത് മാക്സിമം റിക്വസ്റ്റ് വരുന്ന സോങ്സ് പാടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. മറ്റൊരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലാവിൻ്റെ നീലഭസ്മക്കുറി അണിഞ്ഞവളെ എന്ന് പറയുന്നതാണ്. അതും എനിക്ക് ആക്ച്വലി ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗുരുനാഥൻ MG രാധാകൃഷ്ണൻ സാറ് സംഗീതം ചെയ്തൊരു പാട്ടാണ്. വീണ്ടും ലാലേട്ടനിലേക്കാണ് വരുന്നത്. നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നത് ലൈവിൽ ആവശ്യപ്പെട്ട ഒട്ടുമിക്ക പാട്ടുകളും ലാലേട്ടൻ്റെയാണ്. മമ്മൂട്ടി ഫാൻസ് ആരും ഇല്ല ഈ ലൈവിൽ. എനിക്ക് ഭയങ്കര ഒരു ഡൗട്ട്, സംശയം തോന്നുന്നു. മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒരു പാട്ടും അത് ഞാൻ കാണാതെ പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാ കമൻസും പലപ്പോഴും ഈ ഒരുമിച്ച് വരുന്ന സമയത്ത് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് ചില കമൻസ്. നിലാവിൻ്റെ നീലഭസ്മക്കുറിയെ
അണിഞ്ഞവളെ MG ശ്രീകുമാർ പാടിയ പാട്ടാണ്. നിലാവിൻ്റെ നീലഭസ്മക്കുറി അണിഞ്ഞവളെ. നല്ല വരികളാണ്. ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ വരികളാണ്. കൈത്തപ്പുറം തിരുമേനിയാണെങ്കിലും ഗിരീഷ് പുത്തഞ്ചേരി ആണെങ്കിലും എല്ലാവരും കോഴിക്കോടാണ് ഇവരെ സ്വദേശം. അപ്പോൾ ഇവരെയൊക്കെ ഈ അവസരത്തിൽ ഓർക്കുന്നു. നിലാവിൻ്റെ നീലഭസ്മക്കുറി ഒരു 4 വരി പാടാൻ ശ്രമിക്കാം. റിജില സനോജാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും ഇതിന് 4 വരി പാടാം. അഗ്നിദേവനാണ് സിനിമ. 1995 1995 ഇറങ്ങിയ സിനിമയാണത്. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനായി ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗസുന്ദര ചന്ദ്രമുഖബിംബം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. തങ്കമുരുകും നിന്റെ മേകിതിൽ ഞാനെൻ നെഞ്ചിലെ അനുരാഗത്തിൻ മന്ത്രമെഴുതുമ്പോൾ, കണ്ണിലെരിയും കുഞ്ഞുമൺ വിളക്കിൽ വീണ്ടും വിങ്ങുമെൻ അഭിലാഷത്താൽ എണ്ണ പകരുമ്പോൾ, തെച്ചിപ്പൂച്ചോപ്പിൽ തത്തും ചുണ്ടിന്മേൽ ചുംബിക്കുമ്പോൾ, ചെല്ലക്കാറ്റേ കൊഞ്ചുമ്പോൾ, എന്തിനീ നാണം തേനിളം നാണം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. ഓക്കെ, അപ്പം ഈ ഗാനം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം മനോഹര ഗാനങ്ങൾ അവതരിപ്പിച്ച് ഇന്നത്തെ രാവിനെ അതിമനോഹരമാക്കിയ പ്രിയ ഗായകൻ ശ്രീ ചിത്തരഞ്ജൻ സാറിന് നമ്മുടെ തറപ്പാട്ടിൻ്റെ സ്നേഹപൂർവമായ നന്ദിയും കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നെന്ന് ഉദയകുമാർ ചിറക്കോണം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം ഈ ലൈവിൽ വരാൻ സാധിച്ചെങ്കിലും കുറച്ച് റിക്വസ്റ്റ് എങ്കിലും പാടാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് പേര് ദീപു കുമാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം ദീപു, ഈ ലൈവിലേക്ക് സ്വാഗതം. ഒരുപാട് സ്റ്റിക്കേഴ്സ്, ഗുഡ് എന്ന് ഒരു സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്. കീഴാരൂർ രാജേഷ് ക്ലാപ്സ് ഒരു സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്, താങ്ക് യു. വിജു വടക്കുംകര നമ്മളെ പേജിൻ്റെ ഒരു ടോപ്പ് ഫാൻ +1 ആണ്. ഒത്തിരി സന്തോഷം ലൈവിൽ വന്നതിൽ. അതേമാതിരി തന്നെ ഒരുപാട് പേര് പല ഗാനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഉമാ സുദർശൻ താങ്ക് യു സോ മച്ച് കമൻറ്റ് ചെയ്തതിൽ. കീഴാറൂർ രാജേഷ് താങ്ക് യു എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. നൈസ് എന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നു, താങ്ക് യു സോ മച്ച്. അതേമാതിരി സുഭാഷ് വറയിൽ ബ്യൂട്ടിഫുൾ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. രവീന്ദ്രൻ മാഷിൻ്റെ ഓർമ്മയ്ക്കായി രവീന്ദ്രൻ മാഷിൻ്റെ കുളത്തൂപ്പുര
നാട്ടുകാരനായ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കിട്ടിയാൽ കൊള്ളാം. രവീന്ദ്ര മാഷ പാട്ടുകൾ പറയുമ്പോൾ ഇപ്പം നമ്മൾ ലൈവിൽ തന്നെ എന്തിനു വേറൊരു സൂര്യോദയം പാടി. അതല്ലാതെ എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രവീന്ദ്ര മാഷ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാട്ട് പോലും മാറ്റി നിർത്താൻ പറ്റുന്ന പാട്ടുകളല്ല. അതിൽ ഒരു ഭക്തിഗാനം ഞാൻ ഈ ഇടയ്ക്ക് പാവക്കുളം ക്ഷേത്രത്തിനെ പറ്റി എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എറണാകുളം ജില്ലയിലെ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ് പാവക്കുളം. ഈ പാവക്കുളം ക്ഷേത്രത്തിന് വേണ്ടി രവീന്ദ്ര മാഷും എസ് രമേശൻ നായരും സംഗീതം ചെയ്ത ഒരു നേർച്ചയായിട്ട് അവിടെ പാവക്കുളം ക്ഷേത്രത്തിന് വേണ്ടി മഹാദേവ ക്ഷേത്രത്തിന് വേണ്ടി ഒരു CD ഒത്തിരി വർഷം മുന്നേ ഇറങ്ങിയതാണ്. അതിൽ പ്രമുഖരായ എല്ലാ ഗായകരും പാടിയിട്ടുള്ള ഒരു ആൽബമാണ്. അപ്പോൾ അതിൽ മധു ബാലകൃഷ്ണൻ എൻ്റെ ഒരുപാട് അടുത്ത സുഹൃത്താണ് മധുചേട്ടന് ഒരു പാട്ട് പാടാതെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷമാവും എനിക്ക്. മധുചേട്ടൻ ഈ ഇപ്പോൾ രവീന്ദ്ര മാഷിനെ കുറിച്ച് പറഞ്ഞപ്പം രവീന്ദ്ര മാഷ് സംഗീതത്തിൽ മധുചേട്ടൻ പാടിയൊരു പാട്ടാണത്. പാതി മനസ്സ് പാവക്കുളത്ത് പാതി മനസ്സ് പടിക്കുപുറത്ത്. നല്ല വരികളാണ്, നല്ല മനോഹരമായി തന്നെ രവീന്ദ്ര മാഷ് കമ്പോസ് ചെയ്ത പാട്ടുമാണ്. ആ പാട്ടിൻ്റെ 4 വരി പാടാം. പാതി മനസ്സ് പാവക്കുളത്ത് പാതി മനസ്സ് പടിക്കു പുറത്ത്. പാതി മനസ്സ് പാവക്കുളത്ത് പാതി മനസ്സ് പടിക്കു പുറത്ത്. ഞാനും ഒരർദ്ധനാരീശ്വരൻ ശിവധ്യാനത്തിൽ മതിമറന്നലയുന്നോൻ മുക്കണ്ണനാമിൻ ഭഗവാനേ എന്നിൽ തൃക്കണ്ണൊഴിയണം ഉടയോനേ. പാതി മനസ്സ് പാവക്കുളത്ത് പാതി മനസ്സ് പടിക്ക് പുറത്ത്. ഇത് അധികം ആരും കേൾക്കാൻ ഇടയില്ലാത്തൊരു ഗാനമാണ്. പക്ഷേ ഈ ഗാനം എനിക്ക് പാവക്കുളം ക്ഷേത്ര നടയിൽ ഭഗവാന്റെ മുന്നിലിരുന്ന് പാടാൻ സാധിച്ചു. ഈ പാട്ട് മുഴുവനായിട്ടും ഞാൻ ഈ വിഷു അവധിക്ക് നാട്ടിൽ വരുന്നതിന് മുന്നേ പാവക്കുളം ക്ഷേത്രത്തിൽ ഇടപ്പള്ളി ഗണപതിയും ചോറ്റാനിക്കരയൊക്കെ തൊഴാൻ പോയിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് മുഴുവനായിട്ടും ഞാൻ ഭഗവാന്റെ നേരെ ഇരുന്ന് പാടാൻ എനിക്ക് അവിടെ സാധിച്ചു. ഇത് പാടിക്കഴിഞ്ഞ സമയത്ത് അവിടുത്തെ തിരുമേനി എന്നെ വിളിച്ച് ഒരു ചെറിയൊരു കവറിൽ ഉണ്ണിയപ്പവും അതേമാതിരി എന്താണ് പറയുക ഒരു ഡബ്ബയിൽ അരവണ പായസം തന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷമായി. കാരണം ഭഗവാൻ ആ പാട്ട് ഇഷ്ടപ്പെട്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിന് ആ സമയത്ത് തോന്നിയ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഭഗവാൻ അഭിമുഖമായിരുന്ന് പാടാൻ സാധിച്ചു. അപ്പം അതിന് പ്രസാദമായിട്ട് അത് പാടിക്കഴിഞ്ഞപ്പം തിരുമേനി തന്നെ പായസമൊക്കെ കൊണ്ടു തന്നപ്പം ഒരുപാട് സന്തോഷമായി. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. നമ്മളിപ്പോൾ ഏകദേശം 1.5 മണിക്കൂറായി ലൈവ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു ഗാനം കൂടെ പാടിയിട്ട് നമ്മളെ ഈ ലൈവ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ശിശിരകാലം മേഘമിഥുന രതിപരാഗമോ എന്ന് പറഞ്ഞ പാട്ട് പാടാം. അതിൻ്റെ കരോക്കെ റെഡിയാണ്. അപ്പം ഈ ഒരു പാട്ട് പാടിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ ലൈവ് പരിസമാപ്തിയിലേക്ക് പോകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു ലൈവിലേക്ക് വരാൻ സാധിച്ചതിന് ഒത്തിരി പേരോട് നന്ദി പറയാനുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ നമ്മുടെ തറവാട് FB കൂട്ടായ്മയുടെ അഡ്മിൻസിൽ ഒരാളായ ഉദയകുമാർ ചേട്ടനെയാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഒരുപാട് പേരിൽ ഇതിൽ അഡ്മിൻ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഉദയകുമാർ ചേട്ടനെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു. അതോടൊപ്പം മറ്റ് അഡ്മിൻസിനെയും ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. നമ്മുടെ തറവാട് ഞാൻ അതോടൊപ്പം തന്നെ മണ്ഡപത്തറ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ FB പേജിലും ഞാൻ ലൈവ് ചെയ്തിരുന്നു. അങ്ങനെയാണ് എന്നെ ഈ ഒരു ലൈവിലോട്ട് ക്ഷണിക്കുന്നത്. അതും ഒരുപാട് സന്തോഷം. ആ ഒരു ലൈവ്
ചെയ്യാൻ സാധിച്ചതിൽ. അപ്പം ഈ ഒരു ഗാനത്തോടു കൂടി നമ്മളെ ലൈവ് പരിസമാപ്തിയാവുന്നതാണ്. ശിശിരകാല മേഘമിഥുന ഗാനം എന്ന് പറയുന്നത് ദേവരാഗൻ സിനിമയിലെയാണ്. അത് കീരവാണി സാറാണ് അതിൻ്റെ മ്യൂസിക്. ജയചന്ദ്രൻ സാറും ചിത്രചേച്ചിയാണ് പാടിയിരിക്കുന്നത്. ആ പാട്ട് നമുക്ക് കേൾക്കാം. ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ ആദ്യരോമഹർഷവും അങ്കുലീയ പുഷ്പവും അനുഭൂതി പകരുന്ന മധുരം മദനഗാന പല്ലവി ഹൃദയ ജീവരഞ്ജിനി ഇതളിടുമീ നിമിഷങ്ങൾ ധന്യം ധന്യം. ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ. ഈ നിശാലഹരിയും താരാഗണങ്ങളും അലിയുമീ ഹൃദയങ്ങളിൽ. ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ
കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ അതോ ദേവരാഗമോ അതോ ദേവരാഗമോ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭനിദ്ര. വീണ്ടും എല്ലാവരും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ടാറ്റ, ബൈ ബൈ.